കൂട്ടുകാരെ നമുക്കൊരു യാത്ര പോയാലോ. മീശപ്പുലിമലയിലേക്കാണ് ഇപ്രാവശ്യത്തെ യാത്ര. അതിനായി നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറാണ് കേട്ടോ. ഓൺലൈൻ വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ വളരെ ഈസിയാണ്. KFDC മൂന്നാറിന് അടിച്ചു കൊടുത്താൽ തന്നെ അതിൽ മീശപ്പുലിമല ട്രക്കിങ്, പിന്നെ റോഡോ മാൻഷിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോകളിലൊക്കെ അതറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ 2 തരം സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. ഒരു റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ടും പിന്നെ പറഞ്ഞിട്ട് ടെൻറ്റ് സ്റ്റേയും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫീയും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നൊക്കെ കാണിക്കും. ഇടതുവശത്ത് കാണിക്കുന്ന അതാണ് ആ സൈറ്റിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എത്ര എണ്ണം, ഏതൊക്കെ ഡേറ്റ് ആണ് അവൈലബിൾ ആണോ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു തരത്തിലും കൂടി സ്റ്റേ ചെയ്യാതെ ട്രെക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ കാണുന്ന വലതുവശത്ത് ഈ കാണുന്നതാണ് നമ്മുടെ KFDCയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഒരു പൂന്തോട്ടത്തിലാണ്. മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു റോസ് ഗാർഡൻ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണേണ്ടത് തന്നെയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ കാണാം. ആദ്യം കണ്ട ബേസ് ക്യാമ്പ് 2500 ചില്ലായിരം രൂപ ഒരാൾക്ക്, റോഡോ മാൻഷനിൽ 6900 രൂപ, പിന്നെ ടെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോൾ ഭാഗത്ത് വന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു ബംഗ്ലാവ് കണ്ടു. കിട്ടില്ലം ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് നോക്കിയോളൂ. അവിടെ അധികം ആളുകളൊന്നും നോക്കിക്കണതായിട്ട് ഞാൻ കണ്ടില്ല. അതിമനോഹരമായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് ജയിച്ചൊരിക്കലും ബംഗ്ലാവ്. ആദ്യം എനിക്കിത് സംഭവം മനസ്സിലായില്ല. ഞാൻ ഇപ്പുറത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ടാറ്റ എസ്റ്റേറ്റിലെ ഏതെങ്കിലും മാനേജറുടെ ബംഗ്ലാവാന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിൻ്റെ പുകക്കുഴലൊക്കെ നോക്കിയാൽ നിങ്ങളൊരു വെറൈറ്റി അല്ല. ഈ പറഞ്ഞ തോട്ട മേഖലയിലൊക്കെ നോക്കുവാണെങ്കിൽ ബംഗ്ലാവുകളിലൊക്കെ ഇതുപോലത്തെ പുകകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടാണ് അണിയിച്ചൊരുക്കിയ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇടാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോളോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇനി നമ്മൾ നടന്ന് നീങ്ങുന്നത് റോസ് ഗാർഡനിൽ കൂടെയാണ്. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്രൂവലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ജീപ്പിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുള്ള സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി ആ ഗ്യാപ്പിലൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ തോട്ടം മിസ്സാക്കരുത്. ഞാൻ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 20 രൂപ കണ്ടതിന് ഫീ ഉള്ളൂ. നല്ല രസമുള്ള ചെടികളുമായിട്ട് പൂക്കളുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദുബായിത്തെ പോലെ ഊട്ടിയിലത്തെ പോലെ അല്ലെങ്കിൽ കൂടിയും നമുക്ക് കണ്ട കാശ് മുതലാവുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ആനന്ദിപ്പിക്കാൻ കഴിയുന്ന ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഇലകളുമുണ്ട് പൂക്കളുമുണ്ട്. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തി പോകുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ചട്ടിയിലൊക്കെ തൂക്കിയിട്ട് പോലെ അടിച്ച് കണ്ട ലെഫ്റ്റ് സൈഡിൽ നല്ല രസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലും അതിമനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഒരുപാട് പേര് വരികയും ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോസ് ഗാർഡൻ തന്നെയാണ് ഇത്. അതിമനോഹരമായിട്ട് തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നല്ല ഇലച്ചെടികളുണ്ട്. അതല്ലാതെ നല്ല മനോഹരമായ ഡാലിയ പൂക്കളുടെ ഒരു ശേഖരം തന്നെയാണ് കേട്ടോ ഇവിടെ. പല കളറായിട്ടുള്ള സംഭവങ്ങൾ എത്ര എണ്ണം നോക്ക് നിങ്ങൾ, പല ഡിസൈനിൽ പല കളറിൽ ഡാലിയ പൂക്കളുടെ ഒരു വൻ ശേഖരം. അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മികച്ചൊരു സ്ഥലമാണ് ഈ പറഞ്ഞ റോസ് ഗാർഡൻ. അപ്പോൾ മൂന്നാറിൽ നിന്ന് സൈലൻറ്റ് വാലിയിലേക്ക് പോകുന്ന റോട്ടിലാണ് ഈ ഓഫീസും ഈ റോസ് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പുറം വശം. നമ്മളപ്പുറം ബാക്കിലേക്കാണ് പോയത്. ഇതാണ് ഫ്രണ്ട് വരിക. ഗൂഗിൾ മാപ്പ് അവർ അയച്ചു വരുമ്പോൾ അതിലൂടെ വരുമ്പോൾ നമ്മൾ എത്തുന്നത് ഇവിടേക്കാണ്, ഈ റോസ് ഗാർഡൻ്റെ ഫ്രണ്ട് വശം. ഈ കാണുന്ന ഓഫീസാണ് KFDCയുടെ ഓഫീസ്. ഇവിടെ നിന്നാണ് നമ്മൾ പാസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു ജീപ്പിലാണ് യാത്ര തുടരേണ്ടത്. ഈ ജീപ്പ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് ഏകദേശം റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ട് 6900 രൂപയുടെ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേയിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു ഞങ്ങൾ പോയപ്പോൾ ടെൻറ്റ് ക്യാമ്പിലാണ് താമസിച്ചതെന്നുള്ളതുകൊണ്ട് 3500 രൂപയാണ് ഫീ വന്നത്. മുകളിലേക്ക് പോകും റോഡോ മാൻഷനിലേക്ക് എനിക്ക് തോന്നുന്നു 4000 രൂപ വരും തോന്നുന്നു. കുറച്ചും കൂടി അകലത്തിലാണ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന KFDC ഓഫീസിൽ നിന്നും സൈലൻറ്റ് വാലി വഴി നേരെ മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്കാണ് പോണത്. ഞാൻ ഈ സൈലൻറ്റ് വാലിയിൽ നിന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിൽ പാലക്കാട് അല്ലാതെ തന്നെ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ഒരു ഗംഭീര പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അത്. നമ്മൾ അവിടേക്കാണതേ വന്നു ചേരുന്നുണ്ട്. ഇവിടെ ഗംഭീരമാണ്. പല യാത്രയ്ക്കിടയിൽ ഫസ്റ്റ് നമ്മളെ അത്യധികമായിട്ട് ആകർഷിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന ഗ്രൗണ്ട്. ഇത് ടാറ്റയുടെ എസ്റ്റേറ്റാണ്. ഞാൻ ഇവിടേക്ക് 2ാം വട്ടം വരുന്നത്. മുന്നേ ഇവിടുത്തെ ഒരു പരിചയക്കാരൻ കൂടെ വന്നത്. ഈ കപ്പേള അന്ന് ഉണ്ടായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്.
ഈ ഒരു സംഭവം വേണ്ട, നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് പോകണം. നല്ല തണുപ്പായിട്ടാണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഒരു 3:30 ആ സമയമായി, നല്ല തണുപ്പുണ്ട്. ഇവിടെ പിള്ളേർ ബൈക്ക് കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടായിരുന്നു ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റുമെന്ന്. പക്ഷെ അന്നൊക്കെ പെർമിഷൻ വേണം, അവർ കടത്തി വിടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ പിള്ളേരോട് ചോദിക്കണം എങ്ങനെയാണ് നിങ്ങൾ കടത്തി വിട്ടേ എന്നുള്ളത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്താണോ എന്തോ അവിടെ ആ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ആംബിയൻസിൽ ഞങ്ങളിവിടെ ഫുട്ബോൾ കളിച്ചായിരുന്നു. ഈ തോട്ടിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകിയായിരുന്നു. ഇപ്പുറത്തെ ഒരു പൈൻ മരങ്ങൾ ഫുള്ള് നല്ല രസമില്ല കാണുമ്പോൾ തന്നെ. അന്യായ വൈബാടാ വണ്ടി കൊണ്ട് വരാനൊക്കെ ആയിട്ട്. അപ്പുറത്തെ തേയിലത്തോട്ടം 4 സൈഡിലും മലകളാതെ നോക്കിയാടാ. ഇവിടെ നോക്ക്, അവിടെ ചെറിയൊരു ചർച്ച് ഉണ്ട് കേട്ടാ. ഇത് കണ്ട എയ്ഡഡ് LP സ്കൂൾ സൈലൻറ്റ് വാലി. നമ്മൾ ഇന്നലെ പറയാം മൂന്നാറിലൊരു സൈലൻറ്റ് വാലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ സൈലൻറ്റ് വാലി പാലക്കാടല്ലേ എന്നെല്ലാവരും ചോദിക്കും. നിങ്ങൾ വായിച്ച് ചോദിക്കുമോ? എയ്ഡഡ് LP സ്കൂള് സൈലൻറ്റ് വാലി ചെറിയ സ്കൂളാണ്. ഇവിടുത്തെ ഈ ഇന്നലെ പറയാം തേയിലെന്നുള്ള ആളുകൾക്ക് വേണ്ടി. ഇനി വേണമെങ്കിൽ ഈ കപ്പേളയുടെ പേര് വായിച്ച് നോക്കിയോടാ. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് സൈലൻറ്റ് വാലി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മൂന്നാറിലുണ്ട് എന്നതാണ് പറയാൻ വന്നത്. അതിഗംഭീരമായിട്ടുള്ള സൈറ്റാണ് ഉണ്ടത്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇവിടെ മുന്നേ, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരി 26-ാം തീയതിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീരമായി വന ചെവിയൊക്കെ അടഞ്ഞു. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ വാലി എന്നൊക്കെ പറയില്ല നമ്മൾ വാഗമണ്ണൊക്കെ പോകുമ്പോൾ, ഊട്ടിക്ക് പോകുമ്പോൾ. നിങ്ങൾ പല വീഡിയോസും ഡ്രോൺ ഷോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേടാ. അതിൽ കാണുമ്പോൾ യാതൊരു രസമാണ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ താമസിക്കാനുള്ളത് ബേസ് ക്യാമ്പിലാണ്. പിന്നെ കൂടുതൽ കാശ് കൊടുത്തിട്ട് മുകളിൽ താമസിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ നിന്നുള്ള യാത്ര കുറച്ച്, അതായത് ഇത്രയും നേരം നമ്മൾ നല്ല ടാറിങ് വഴി കൂടെയൊക്കെയാണ് വന്നതെങ്കിലും ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ഓഫ് റോഡാണ്. മാരക ഓഫ് റോഡ് കൊളുക്കുമല പോണ പോലെ ഒന്നുമില്ല, ഒരു നോർമലായിട്ടുള്ളൊരു സംഗതി തന്നെ ഉള്ളൂ. ഇനി താമസ സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ താമസിക്കാനായിട്ട് പാസ് എടുത്തിരിക്കുന്നത് ടെൻറ്റ് സ്റ്റേ ആണ്. ബേസ് ക്യാമ്പിലുള്ള ടെൻറ്റ് സ്റ്റേയിലൊക്കെയാണ്. അപ്പോൾ അവിടെ വരുന്ന ഏകദേശം 2 പേർക്ക് 4000 സംതിങ് റുപ്പീസാണ് വരുന്നത്. ഒരാൾക്ക് എടുത്താലും 4000 തന്നെ വരും കേട്ടോ ടെൻറ്റിൽ. അപ്പോൾ 2 പേരായിട്ട് തന്നെ പോകേണ്ടി വരും. അവിടെ ആകുമ്പോൾ 6000 അടി ഹൈറ്റിലാണ് നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നത്. പിന്നീട് പുലർച്ചെ 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ 1000 ചില്ലാൻ അടി ഹൈറ്റിലേക്ക് പോയി, 8000 അടി ഹൈറ്റിലേക്ക് പോയി അവിടെയുള്ള റോഡോ മാൻഷനിലെത്തണം. അപ്പോൾ ഈ ജീപ്പ് വാടകയൊക്കെ കറക്റ്റ് തന്നെയാണ്. അതായത് നമ്മളെ കൊണ്ടുവന്ന് നാളത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവന്ന് ആക്കുന്നവരുള്ള ചാർജാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യം എത്തുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ബേസ് ക്യാമ്പിലെത്തിയിട്ട് വിശുപുലിമലര ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല രസമുള്ളത് തന്നെയാണ്. ഇവിടെ വണ്ടികൾ നിർത്തിയിടും, നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സ്ഥലം. നമ്മളെ ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു ചെറിയൊരു ഏരിയ. ഇവിടെ ഒരു ചെറിയ ചാലുണ്ട്, വെള്ളം ഒഴിക്കരുത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. കിടു സെറ്റപ്പ് ഉണ്ട്, ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഈ വെള്ളം വീഴുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം. പിന്നെ വെള്ളത്തിനോട് മഞ്ഞുണ്ടാവില്ല, എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇവിടെ കുടിവെള്ളം കാര്യത്തിലൊക്കെ ഇങ്ങനെ ഈ വെള്ളം ഈ ഒരു വേറെ സ്ഥലത്ത് ഇത് കണ്ട അവിടെ നിന്നൊക്കെ വന്ന വെള്ളം ആ പോയിന്റിലേക്ക്, അവിടെ നിന്ന് ഒരു പോയിന്റിലേക്ക് ഇത് ഇവിടെ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇത് കണ്ട അവിടെ ചെറിയ പൈപ്പ് വെച്ചിട്ടാണ് താഴത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഒരു അന്തരീക്ഷം ഈ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ മഴ ചാറിയിട്ടാ. അങ്ങനെ വേനൽക്കാലത്തിലെ പശ്ചാത്ത ഒരു ചെറിയൊരു എന്തായാലും പറയാം മഴ കൊണ്ടത് ഇവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. മുകളിൽ നിന്ന് തന്നെ വെള്ളമാണ് മലയിൽ. വെള്ളത്തിനോട് മഞ്ഞില്ല, ചെറിയ പോണ്ടാണ്. ഇത് ഗംഭീരമായിട്ടില്ല ഈ സ്ഥലം. ഇരിക്കാനൊക്കെ ഇരി പറ്റിയ സ്ഥലമാണ്. മരം കൊണ്ടുണ്ടാക്കിയ അടിപൊളി. മുകളിൽ പുല്ലൊക്കെ വെച്ചിട്ട് ടെൻറ്റുകൾ കിടക്കുന്ന കിടപ്പുണ്ട്. അതിമനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സംഭവം സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെ സെറ്റപ്പ് ആക്കാം. ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് ശരിക്കും അവരിതിനെ സംഭവിച്ചാൽ അവർക്ക് കോൺക്രീറ്റ് കൊണ്ട് പണിയാൻ പറ്റാണ്ടോന്നല്ല. പക്ഷേ അവരതിൻ്റെ തനിമ നിലനിർത്താൻ വേണ്ടി മരം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ കോടിക്കണക്കിന് കാശ് മുടക്കി, അല്ലെങ്കിൽ ആളുകൾ പൈസ മുടക്കി ലക്ഷക്കണക്കിന് പൈസ മുടക്കി അത് കാണാനൊക്കെ ഇനി പോണത്. അവരെ നിയമം മൂലം നിലനിർത്തിയാണ്. ഇപ്പോൾ അത് കണ്ട ഫുള്ള് പലകയാണ് ഇതിൻ്റെ അടിയും. നോക്ക് ഫുള്ള് പലക, മുകളിൽ പുല്ലിൻ്റെ സംഭവം വെച്ചത്, പിന്നെ ഫുള്ള് മരം കൊണ്ടുള്ള ഇത്. പിന്നെ ഈ മരത്തിൻ്റെ പീസ് കണ്ടിത്, ഇത് ഒറ്റ മരം നോക്കി ഫ്ലവർ മരങ്ങളാണ്. പിന്നെ ചെറിയ ചെറിയ പീസ് വെച്ചോടും, സിമെൻറ്റിൻ്റെ സംഗതി വെച്ചോടും, ഫുള്ള് മരം.
പറയുന്നത് ഇങ്ങനത്തെ മലയോര മേഖലകളിലെ ടൂറിസത്തിന് കൂടുതലും ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് അതിഗംഭീരമാവില്ല. പിന്നെ ഫുള്ള് ടെൻറ്റുകളുണ്ട് കേട്ടോ, ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ ടെൻ്റ് ഉണ്ട്. പിന്നെ അതൊക്കെ ഫാമിലി ആയിട്ട് അവിടെ 2 ടെൻറ്റിൽ ഫാമിലി. പിന്നെ ഞങ്ങളുടെ പിള്ളേരുകൾ നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ ഒരു 4 പേരാണുള്ളത്, 2 ടെൻറ്റ് നിൽക്കണുണ്ട് അവിടെ. പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്, കാണാനൊക്കെ നല്ല അടിപൊളി ഏരിയ തന്നെയാണ്. വെള്ളത്തിൻ്റെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ സാധനമാണ്. ഇത് ഗംഭീര സംഭവമായിട്ട് തന്നെ പറയേണ്ടി വരും. ചെറിയ സോളാറിൻ്റെ സെറ്റപ്പ്, കറണ്ട് കാര്യങ്ങളൊക്കെ സോളാറിൽ തന്നെയാണ്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്. ഇവിടെ എത്തിയപ്പോഴേക്ക് സൗണ്ടൊക്കെ അങ്ങോട്ട് മാറിയിടാ. നമ്മൾ വരുന്ന വഴി അധികം ഗംഭീരം തന്നെയാണ്, തേയിലത്തോട്ടം. അതുപോലെ തന്നെ നമ്മൾ ആ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലേ, സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത്, ഇത് ബേസ് ക്യാമ്പിൽ മാത്രമാണ്. ടെൻറ്റ് സ്റ്റേ എടുക്കുന്നവർക്ക് നമ്മൾ പ്രൈസ് കുറവ് നോക്കിയിട്ട് ടെൻറ്റ് എടുക്കുമല്ലോ, അപ്പോഴാണ് അവർക്കാണ് ഈ ഭാഗത്തുള്ളത്. നമ്മളിവിടുന്ന് കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 5.5 കിലോമീറ്റർ കൂടിയിട്ട് ജീപ്പിൽ പോയിട്ടാണ് ഈ പറയുന്ന റോഡോ മാർഷൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ട്രക്കിങ്. എന്നാൽ മറ്റേ സ്കൈ കോട്ടേജും റോഡോ മാർഷൽ എടുക്കുന്നവർക്ക് പിന്നെ വേറെ നടക്കണ്ട, അവർക്ക് 5.5 മിനിറ്റ് നടന്നാൽ മതി. അത് കുറച്ചുകൂടി 5.5 കിലോമീറ്റർ മുകളിലാണ് അവർ താമസിക്കുന്നത്. അത് കുറച്ചുകൂടി വൈബ് സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോളാറിൻ്റെ ചെറിയ ബാറ്ററി സെറ്റപ്പൊക്കെ വെച്ചതാണ്. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി വെടുപ്പുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെറ്റപ്പ് തന്നെ വേണമല്ലോ. ഭാവം വന്ന് മറ്റേ സാധനങ്ങളൊക്കെ അടക്കിണ്ട്. ഇനിയിപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ ചാലാക്കുമായിരിക്കും കേട്ടോ. ഫെൻസിങ് ചാലാക്കുന്നതെന്ന് വേലി അല്ലെങ്കിൽ മതിലടച്ചു അല്ലെങ്കിൽ ഗേറ്റ് അടച്ചു എന്നൊക്കെ പറയാം. ചുറ്റും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ പോവാം. ഇതാകലേന്ന് കാണുമ്പോൾ മറ്റേ സാധനമില്ല, പുല്ല് മഞ്ഞ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. അടിപൊളി സെറ്റപ്പ്. ഇവിടുത്തെ പിന്നെ കാട്ടിലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ, ഇതിൻ്റെ കാട്ടുപൂക്കൾ എന്ന് പറയും, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്, നീല കളറ്. മഴ ചാറി, അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം 4:30-5 മണിയായി. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പായിട്ട് ഇടാം. സഹിക്കാവുന്ന തണുപ്പാണ്. നമ്മൾ ഈ കടുത്ത ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു തണുപ്പ്. നല്ല സെറ്റപ്പാണ്, നല്ല വൃത്തിനല്ലേ. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും തീരുന്നില്ല. അകലെ ഒരു മല കോട മൂടി കിടക്കുകയാണ്. എന്താ നമ്മൾ ടെൻറ്റ് സ്റ്റേക്ക് എടുത്തു വന്നു കഴിഞ്ഞാലേ വൈകുന്നേരം വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അവിടെ വെറുതെ അവിടെ കിടന്ന് നടക്കാമെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക്, അതായത് ജീപ്പ് പോകണം, നാളെ കാലത്ത് പോകേണ്ട വഴിയുടെ മുകളിലേക്ക് വരികയാണെങ്കിൽ അധികം വ്യൂ കിട്ടൂടാ. നാളത്തെ പകൽ എന്തായിരിക്കും എന്നറിയില്ല, പക്ഷെ ഇപ്പോൾ അധികം വ്യൂ കിട്ടും. താഴെ അതേ കണ്ട, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഇങ്ങനെ കിട്ടും. കാരണം ഒരുപാട് സമയം ഇപ്പോൾ 5 മണിയായുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, വെറുതെ അതിനുള്ളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി മലകളൊക്കെ കാണാണ്ട. അങ്ങനെ ഞങ്ങൾ പറ്റാവുന്നിടത്തോളം നടന്ന് വന്ന് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴേക്കും ഇതേപോലെ വിറകൊക്കെ കത്തിച്ച് തീയിട്ട് തന്നിട്ട് അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ചില്ല് ടീമല്ലാത്തതുകൊണ്ട് പാട്ടും കൂത്തൊന്നും ഉണ്ടായില്ല. വേറെ ചേട്ടന്മാർ നല്ല ചില്ലായിരുന്നു, അവന്മാർ നല്ല വോളിമകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട ഈ സമയമായപ്പോഴേക്കും ഞങ്ങൾ തീയിട്ടു വിട്ടാ, അതും കൂടി ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തിരി നേരത്തെ തന്നെ ചെയ്തു, നേരത്തെ ഭക്ഷണം കഴിച്ചു. കാരണം നാളെ അതിരാവിലെ എണീക്കണ്ടായിരുന്നു, ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും എണീക്കണം. അങ്ങനെ നേരം വെളുത്തു, വണ്ടി വന്നു. നമ്മൾ വണ്ടിയിൽ കയറി ഏറ്റവും മുകളിൽ റോഡോ മാൻഷൻ്റെ അവിടെ എത്തിയിട്ടാ. റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേ, അവിടേക്ക് എത്തി. ഇനി ഇവിടെ നിന്നാണ് ട്രക്കിങ് ആരംഭിക്കുന്നത്. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജീപ്പേർ വന്നിട്ടുണ്ടാ. നമ്മൾ 14 പേരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പകൽ ഇവിടെ സ്റ്റേ പരിപാടി അല്ലാണ്ട് നമ്മൾ പുലർച്ചെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ എത്തുകയാണെങ്കിൽ, മൂന്നാർ എത്തുകയാണെങ്കിലേ അവിടുന്ന് വരുന്ന ഡയറക്റ്റ് വരുന്ന പരിപാടി ഉണ്ട്. അതിന് ഏകദേശം 1000 സംതിങ്ങേ ഉള്ളൂ. ഇത് റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ. ഇതിന് ഏകദേശം 2 പേർക്ക് 6000 രൂപയുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മൾ ടെൻറ്റിൽ കിടക്കണേക്കാളും ഭേദം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സ്കൈ കോട്ടേജ് പറഞ്ഞിട്ട് താഴ്ത്തത്തെ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അധികം
ഈ പുലർച്ചെ 5 മണിക്ക് എനിക്കിനി കായില്ല, 5:30 ഇതാണ് സ്കൈ കോട്ടേജ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഈ റോഡ മാൻഷൻ്റെ താമസ സ്ഥലത്ത് നിന്ന് നമ്മൾ നടക്കണ്ട അവിടെ ചെറിയ കിടക്കും കാര്യങ്ങളൊക്കെ കാറ്റെന്ന് പറഞ്ഞിട്ടും കാറ്റുണ്ട്. സൺറൈസ് കാണാനാണ് ഇപ്പോൾ പോക്ക്. മുകളിൽ പോയിട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞ പ്ലെയിൻ ഗൈഡ് വരും ഇത്രേ. എൻ്റെ മോനെ കാറ്റ് അടിച്ച് കയറും, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കണ്ട, നല്ല കാറ്റുണ്ട്, മേഘങ്ങളൊക്കെ വേണം പോകുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ മേഘങ്ങളെ കണ്ടാൽ മതി. അത് ചന്ദ്രനാന്ന് തോന്നുന്നു പോകുന്നുണ്ട്. കണ്ട കാർമേഘങ്ങളാന്ന് തോന്നുന്നുണ്ട് വരുന്നത്. കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. അവിടെ മൂന്നാറിൻ്റെ ലൈറ്റിങ് ഉണ്ട്. നമ്മൾ താഴത്തുനിന്ന് കയറി വന്നണ്ട. എൻ്റെ മോനെ കാറ്റ് രക്ഷയില്ല. ചന്ദ്രനെ കാണാല്ലേ മറഞ്ഞു പോയെന്നുണ്ട്. നമ്മുടെ ആളുകൾ പോകണ്ടോ, ഒറ്റത്തൊക്കെ പോകണോ. ഇത് അത്യാവശ്യം എന്താ പറയാ, നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഇത് മാത്രം ബുദ്ധിമുട്ടുള്ളതാണ് മുൻപ് പോയിട്ടുള്ളവർ പറഞ്ഞേ. ഇത് കയറിയ സെറ്റാണെന്നാണ് പറയല്. പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്ന് കൂടി പറയുന്നു. ഈ കുത്തനെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ കയറി വന്നത്. കാറ്റിൻ്റെ വേഗതയ്ക്ക് എത്താണോന്ന് അറിയില്ല. മേഘങ്ങൾ നല്ല സ്പീഡിലാണ് പോണത്. ചില വീഡിയോയിൽ കാണുന്ന പോലെ സ്പീഡിൽ മേഘങ്ങൾ കൊണ്ട് കാണില്ല. അത് സ്പീഡിൽ ഇടാണ്ട് തന്നെ നല്ല സ്പീഡിൽ പോണത് ഇവിടെ വന്നത് കാണാൻ പറ്റൂടാ. എന്തൊരു സ്പീഡിലാണ് മേഘങ്ങൾ പോണത്. ഓക്കെ, ചീറി പാഞ്ഞാണ് പോണത്. കാറ്റ് അന്യ കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടാണ് കാറ്റേണ്ട. എൻ്റെ കാറ്റിൻ്റെ കണക്കാക്കാൻ പറ്റുന്നതാ ബോട്ട്. ഏതാ അയ്യോ അയ്യോ എന്നാ പോലെ. അങ്ങനെ സൂര്യോദയം പറഞ്ഞ മേഘങ്ങളുടെ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ കണ്ടു കേസ്. മേഘക്കെട്ടുമ്പോൾ കണ്ടു കേസ്. അവിടെ നമുക്ക് സൂര്യ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ചന്ദ്രൻ എന്താ പറയാ, അസ്തമിക്കുന്നതാണോ മറഞ്ഞു പോണതാണോ ചന്ദ്രൻ ഇല്ലാതാവുന്നു ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു അത്ഭുത പ്രതിഭാസം തോന്നുന്നില്ല. ചന്ദ്രനെയും കാണാം സൂര്യനെയും കാണാം. അങ്ങനെ കാണാൻ പറ്റുന്നെങ്കിൽ അറിഞ്ഞൂടാ വേറെ എവിടെയെങ്കിലും. അതിഗംഭീരട്ടാ മേഘങ്ങള് കാർമേഘങ്ങള് മഴയുടെ രാത്രിയുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് തന്നെ മഴ ചാറുണ്ടായിരുന്നു. അപ്പൊ കാർമേഘങ്ങള് കണ്ട അടിച്ച് മിന്നി പോവാ. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞ നോക്ക് സെറ്റപ്പ് വേണ്ട.
അവിടെ ഒരു ചെറിയ തടാകം പോലെ ഉണ്ട് കേട്ടാ. വെള്ളം കണ്ട കയറൂടാ. അവിടെ വെള്ളം അവിടെ ലൈറ്റ് ആണോ? അവിടെ വേറെ ടെന്റ് അടിക്കില്ല, ക്യാമ്പിംഗ് ഒക്കെ ഇല്ല. വേറെ എന്തെങ്കിലും പരിപാടികളുണ്ട് കൊണ്ടുവരാ. ഇത് അന്യ വൈബ് സ്ഥലട്ടാ. നമ്മളിനി അപ്പുറത്തേക്ക് കൂടി പോയാലും മുകളില് കാറ്റില്ലേ, ഒരു രക്ഷയില്ലാത്ത കാറ്റാ. നമ്മൾ അവിടുന്ന് വന്ന ബാംഗ്ലൂർ യാത്ര ചെയ്യുന്നുണ്ടോ? അങ്ങോട്ടേക്ക് നടക്കും. ഇപ്പൊ ഏറ്റവും മലമണ്ടയ്ക്ക് എത്തി നമ്മള്. ഇവിടെ വന്നപ്പോഴേ എൻ്റെ അനിയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ തമിഴ്നാട്ടുകാര് മൊത്തം കാറ്റടി വെക്കലും. നിങ്ങൾക്ക് മനസ്സിലായി കാറ്റിന്റെ ശക്തി? ഇത്ര നല്ല കാറ്റുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഒരു കാറ്റടി വെച്ചൂടാ? എത്ര കാറ്റ് ഉൽപ്പാദിപ്പിക്കും ഈ മേഖലകളെ സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അല്ല. ഗവൺമെന്റിന് കൂടി ഇച്ഛാശക്തി വേണം. ഞാൻ ആദ്യം വിചാരിച്ച് അവിടെ ലൈറ്റ് ഇട്ടേക്കാന്ന്. ലൈറ്റ് ഇട്ടാൽ നല്ലത്. കാർമേഘം മാറിയിട്ട് സൂര്യപ്രകാശം സെറ്റായി വരുന്ന ഭാഗമുണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ മീശപ്പുലി മലയുടെ മുകൾ ഭാഗത്തൊന്നല്ല നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മീശപ്പുലി മലയിലേക്ക് പോകുന്ന യാത്രയുടെ ആരംഭ സ്റ്റേജാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് സൂര്യോദയം കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നല്ല കാറ്റുള്ള ഒരു ഏരിയയാണ്. എല്ലാ മാസവും ഇതുപോലെ തന്നെ കാറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എങ്കിലും നമ്മൾ പോയത് ഫെബ്രുവരി മാസമാണ്. കാറ്റിൻ്റെ കളി, അതായത് നമ്മൾ പോണ യാത്രയിൽ എപ്പോഴൊക്കെയോ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രാവശ്യം കാറ്റ് നല്ല കൂടുതലുള്ള സമയമാണ്, അതുകൊണ്ടാണ് ക്ലൗഡ് ബെഡ് കാണാത്തതെന്ന്. നിങ്ങൾ മിക്ക റീൽസിൽ കണ്ടിട്ടുള്ളത് പോലെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ കിടക്ക പോലെ കിടക്കുന്നില്ല, അത് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വിഷയിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ക്ലൗഡ് ബെഡ് കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും അതൊരു നഷ്ടമേ അല്ല. അത്ര ഗംഭീരമാണ് ഇവിടെ സ്ഥിതി. അവിടെ ഡാമൊക്കെ ഉണ്ട്. ആനയിറങ്ങൽ ഡാമാണോ സംശയം. കർത്താവ് ഞാൻ പറഞ്ഞു പോവോ? എന്റെ ദൈവമേ, പെട്ടെന്ന് ഇത്രയും ഉയരത്തിലേക്ക് കയറി വന്നപ്പോൾ കാറ്റും തണുപ്പും കൂടി ആയപ്പോൾ എനിക്ക് നന്നായിട്ട് ചുമ വന്നു. അത് പക്ഷെ യാത്രയിൽ കുറച്ചുകൂടെ നടന്നു നീങ്ങിയപ്പോൾ അത് അവസാനിച്ചായിരുന്നു. ഞാൻ പിന്നെ ആ ശബ്ദമൊന്നും ഡിലീറ്റ് ആക്കിയില്ല എന്ന് മാത്രം. കാറ്റിന്റെ ആ ഒരു കറക്റ്റ് വൈബ് കിട്ടിക്കോട്ടെ. പാട്ട് കേട്ടിട്ടില്ലേ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പറഞ്ഞത്. ഗംഭീരം, അതിഗംഭീരം എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കയറ്റം ഈ സ്റ്റാർട്ടിങ്ങിലുള്ള കയറ്റമാണ്. ഇത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കയറ്റങ്ങളൊന്നും ഈ യാത്രയിൽ അനുഭവപ്പെട്ടിട്ടില്ല. കാറ്റ് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പറഞ്ഞത് കാറ്റൊന്നും ഒതുങ്ങി. ഇവിടെ ഇരുന്നിട്ട് സൂര്യോദയമൊക്കെ കാണാം. വെജ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. മലയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ 2-3 പേര് ചാരി ഇരിക്കുന്നുണ്ട്. അന്നേരം കാറ്റിനെ പ്രതിരോധിക്കാനാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാറ്റ് വരുമ്പോൾ ഇവർ അപ്പുറത്ത് കിടന്നിരിക്കുകയാണ്. ഞാൻ പിന്നെ അവരുടെ വിഷയം എടുക്കാതെ അവരുടെ പ്രൈവസിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഈ കാറ്റിൻ്റെ സൗണ്ട് നെറ്റാക്കാത്തതും മ്യൂട്ടാക്കാത്തതും എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടി അനുഭവിക്കാൻ പറ്റുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാറ്റുകാരനെ നടക്കാനൊരു പേടി. കാറ്റ് വലിച്ച് താഴ്ത്തിയിട്ടാലേ നമ്മൾ കയറി വന്ന സ്ഥലമാണ്. മറ്റേ ഗ്രൗണ്ട്, മറ്റേ പൈസമാരി എന്ന് പറഞ്ഞില്ലേ, ചെറിയൊരു കപ്പടയും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഭാഗം. അതാണ് താഴെ കാണുന്നത്. പണ്ട് ഇതുപോലത്തെ സൂപ്പറായിട്ടുള്ള കാഴ്ച കൊടുക്കും. പലരും പോയപ്പോൾ കിട്ടി. അതൊക്കെ കഴിച്ച് നല്ല വൃത്തിയിൽ കാണാൻ പറ്റി. ആന ഇറങ്ങിയ ഡാമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്.
ഗൈഡ് വരുമ്പോൾ ചോദിക്കണം. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഗൈഡ് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതാൾ ഒരു 7 മണി 7:15 ആയിട്ടാണ് മുകളിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇന്ന മല ഇന്നതാണ്, ആ കാണുന്ന ഡാം ആനയിറങ്ങലാണെന്നൊന്നും പറയാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് ഈ കാണുന്ന ഡാം ആനയിറങ്ങൽ ഡാമിൻ്റെ എന്നിട്ട് പറയുക റിസർവോയറാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ അത് കൺഫേം ആക്കിയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഈ കാണുന്ന ഭാഗമാണ്. ഇത് സൈലന്റ് വാലി. നമ്മൾ കയറി വന്നില്ലേ ആ ഇവിടെ നമുക്ക് ഒരുപാട് സമയം നിൽക്കാവുന്നതാണ്. അത് നമുക്ക് ഒരിക്കലും നഷ്ടാവില്ല, മതിയാവൂല. അത്ര മനോഹരമായ കാഴ്ചകളാണ് ചുറ്റോട് ചുറ്റും എന്നുള്ളതാണ്. സൂര്യൻ്റെ ഉദയം മാറി മാറി പിള്ളേരുകളവിടെ കാറ്റിനൊരു സമാധാനമില്ല. സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ മറിഞ്ഞിട്ടുണ്ട്. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ചെവി കൊണ്ടുള്ള സാധനം കൊണ്ടായിരുന്നു. വലിയ കാറ്റടിച്ച് എന്തായാലും നമുക്ക് ചെയ്യാണ്ടാവും. ചെവി മൂടത്തക്ക വിധത്തിൽ ഉണ്ടായി വരാമല്ല. കണ്ട കാറ്റുണ്ട് മാതിരി. അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിന് ഏകദേശം രൂപമായിരുന്നു. ഗൈഡ് വന്നു, ആളുകളെല്ലാവരും ഒരുമിച്ചു, വെളിച്ചം വന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉദയം കണ്ടു. ഇനി യാത്ര ആരംഭിക്കുകയാണ്. ഇനി ഇറങ്ങി കയറിയൊക്കെയാണ് യാത്ര ചെയ്യാനുള്ളത്. ആ മേഘം മുട്ടി നിൽക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ താരം മീശപ്പുലിമല. മേഘം സ്പർശിച്ചു പോകുന്ന ആ മലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മുടെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഈ കാറ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മഹാസംഭവമായതുകൊണ്ട് മാത്രമാണ് ഞാനത് പരമാവധി മ്യൂട്ടാക്കാതെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ തന്നെ ഇട്ടത്. ഇനി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇനി യാത്ര ചെയ്തിട്ട് മീശപ്പുലി മലയുടെ മുകളിലേക്ക് തിരികെ വരുന്നതും പിന്നെ കുറച്ച് കാര്യങ്ങൾ, മറ്റാരും പറയാത്ത 1-2 കാര്യങ്ങളും കൂടി ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. 2ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.